ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു PSC ഇടം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ കാലാവസ്ഥകൾ, അങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് പോർഷനിലേക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, താഴെ പറയുന്നതിൽ കേരളത്തിൻ്റെ ശരിയായ അതിരുകൾ ഏത്? ഒന്നാമത്തത് അറബിക്കടൽ, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. രണ്ടാമത്തത് കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര. മൂന്നാമത്തത് ഇന്ത്യൻ മഹാസമുദ്രം, കർണാടക, തമിഴ്നാട്. നാലാമത്തത് കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. ഇതിലേതാണ് ആൻസർ വരുന്നത്? അറിയാലേ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. ഇതാണെന്ന് പറയുന്നത് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? എ പെരിയ ചുരം, ബി ആര്യങ്കാവ് ചുരം, സി പാലക്കാട് ചുരം, ഡി താമരശ്ശേരി ചുരം. ഇതിലേതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. അടുത്തത്, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം. സഹ്യപർവ്വതം, മലനാട്, ഇടനാട്, തീരപ്രദേശം. ഏതാണ്? ഓപ്ഷൻ ഡി, ഇടനാടാണല്ലേ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ഒന്നാമത്തത്, തീരപ്രദേശമല്ലാത്ത ജില്ലകളാണ് എന്നു പറയുന്നത് ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. രണ്ടാമത്തത്, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. നാലാമത്തത്, കേരളത്തിലെ ഏക കന്റോൺമെൻറ്റ് കണ്ണൂർ. ഇതിലേതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ബി ആണ്, 2 മാത്രം. അതായത് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല എന്താണ്? തിരുവനന്തപുരം അല്ല. അടുത്തത്, കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? എ 41, ബി 3, സി 40, ഡി 42. ഇതിലേതാണ് ആൻസർ? എല്ലാവർക്കും അറിയാം അല്ലേ? എ 41 ആണ്. സോറി. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ബി പെരിയാറാണ്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്നത് പെരിയാർ നദിയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്നു. പമ്പ നദി അഷ്ടമുടി കായലിൽ ചേരുന്നു. 4, കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. ഇതിൽ ശരിയായത് ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ഏഴാമത്തെ സി ആണ്. അതായത് 1, 2, 4 ശരിയാണ്. പമ്പ നദി അഷ്ടമുടി കായലിൽ ചേരുന്നു എന്ന് പറയുന്നത് മാത്രമാണ് എന്തെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലുകളാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ഓപ്ഷൻ എ 1, 2, ബി 1, 3, സി 2, 3, ഡി എല്ലാം ശരിയാണ്. ഇതിലേതാണ് ആൻസർ വരുന്നത്? 2, 3 മാത്രമാണ് ശരിയല്ലേ? ഒന്നാമത്തത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള 14 കോർപ്പറേഷൻസ്. ഫസ്റ്റ് വൺ കോഴിക്കോട്, ബി കാസർഗോഡ്, സി മഞ്ചേശ്വരം, ഡി കണ്ണൂർ. നമുക്കറിയാം വടക്കേ അറ്റത്തുള്ളതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? കണ്ണൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. എ കോഴിക്കോട്, ബി മൂന്നാർ, സി വാഗമൺ, ഡി ലക്കിടി. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡി ലക്കിടിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഫസ്റ്റ്, പറമ്പിക്കുളം വന്യജീവി സങ്കേതം, അത് മലപ്പുറത്താണെന്നാണ് പറയുന്നത്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂരാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്.
ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ബി ആണല്ലേ. 2ഉം 3ഉം ശരിയാണ്, ഒന്നാമത്തത് തെറ്റാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഇതിലേതാണ് ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത്? ബി. 2ഉം 3ഉം ശരിയാണ്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാമാണ്? 1 പവിത്ര, 2 ജ്വാലാമുഖി, 3 ജ്യോതിക, 4 അന്നപൂർണ. ഇതിലേതൊക്കെയാണ് നെല്ലിനങ്ങൾ കറക്റ്റായിട്ട് വരുന്നത്? ഡി ആണല്ലേ. ഡി ആണ്, അതായത് 1ഉം 4ഉം ആണ്. പവിത്രയും അന്നപൂർണയുമാണ് എന്ന് പറയുന്നത് നെല്ലിനങ്ങളിൽ പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണറ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്വീകാര്യം, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഇതിലേതാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്? 14 സി ആണ് ആൻസർ. അതായത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണറ, അത് ശരിയാണ്. 2 കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂറാണ്. ദെൻ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് എന്ന് പറയുന്നത് കോട്ടയം, HMT ലിമിറ്റഡ് എറണാകുളം, ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് തിരുവനന്തപുരം. ഇതിലേതാണ് ശരിയായത്? 15 ഡി ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഇതിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ. കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു. കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു. 16ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ബി ആണ്, തോറിയം. മാറിപ്പോരുത് കേട്ടോ, 16 ബി ആണ്, തോറിയം. അടുത്തത്, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എവിടെയാണ് നടന്നത്? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. എ വിഴിഞ്ഞം, ബി അഞ്ചുതെങ്ങ്, സി നീണ്ടകര, ഡി അഴീക്കൽ. എവിടെയാണ് നടന്നത്? സി നീണ്ടകരയിലാണ് നടന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. മലമ്പുഴ, ബി വാഴാനി, സി പീച്ചി, ഡി നെല്ലാർ. എവിടെയാണ് നടന്നത്? 18 സി പീച്ചിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ 19ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? എ തിരുവനന്തപുരം, ബി പാലക്കാട്, സി തൃശ്ശൂർ, ഡി ഷൊർണൂർ. 19ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ? ഡി ഷൊർണൂർ ആണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദന ശേഷി എന്ന് പറയുന്നത് 780 മെഗാവോൾട്ട് ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതി സഹായം നൽകുന്ന രാജ്യം കാനഡയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. 4 ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദന ശേഷി 780 മെഗാവാൾട്ട് ആണ്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 2ഉം 3ഉം എന്താണ്? തെറ്റായ പ്രസ്താവനകളാണ്. 2ഉം 3ഉം തെറ്റായ പ്രസ്താവനകളാണ്. ഒന്നാമത്തതും കറക്റ്റാണ്, നാലാമത്തതും കറക്റ്റാണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. പാലക്കാട് ചുരം NH 544, വയനാട് ചുരം NH 766, ആര്യങ്കാവ് ചുരം NH 744, ബോഡിനായ്ക്കുന്നർ ചുരം NH 85. ഇതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞത്. ആൻസർ ഏതാണ്? ഡി. അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എ എക്കൽ മണ്ണ്, ബി ലാറ്ററൈറ്റ് മണ്ണ്, സി ചെമ്മണ്ണ്, ഡി കറുത്ത മണ്ണ്. ഏതാണ്? 22 ബി. ലാറ്ററൈറ്റ് മണ്ണാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അത് ഒരു കൺഫ്യൂഷൻ വരും, എക്കൽ മണ്ണാണോ ലാറ്ററൈറ്റ് ആണോ? ലാറ്ററൈറ്റ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്.
23ാമത്തെ ക്വസ്റ്റ്യൻ കേരളവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. ബാലവിവാഹ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. സി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം. ഡി. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ രണ്ടാമത്തെ സംസ്ഥാനം. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? 23 ഡി ആണ്. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ രണ്ടാമത്തെ സംസ്ഥാനമാണെന്ന് പറയുന്നത് അല്ല, ശരിയല്ലാത്ത പ്രസ്താവനയാണ് കേട്ടോ, സോറി. അപ്പം ആൻസർ എന്ന് പറയുന്നത് 23 ഡി ആണ്. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ രണ്ടാമത്തെ സംസ്ഥാനമല്ല എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? എ. ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച നഗരം. ബി. കേരളത്തിലെ ജനസംഖ്യ കൂടിയ രണ്ടാമത്തെ ജില്ല. സി. സംസ്ഥാനത്ത് 14 ജില്ലകളിൽ വിസ്തൃതിയിൽ 10ാം സ്ഥാനത്തുള്ള ജില്ല. ഡി. വിവാഹമോചനം കൂടിയ ജില്ല. ഇതിലേതാണ് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 24 സി ആണ്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ സംസ്ഥാന 14 ജില്ലകളിലും വിസ്തൃതിയിൽ 10ാം സ്ഥാനത്തുള്ള ജില്ല എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. 25 കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പാക്കിയ വർഷം. 1934, സി 1936, ഡി 1938. എന്നാണ് ആൻസർ? ഓപ്ഷൻ ഡി 1938. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. 1. കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം തിരുവനന്തപുരം. 2. നാഷണൽ ബീസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കരമനയാണ്. 3. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാറ്. ഇതിലേതാണ് ജോഡികൾ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്താണ് ശരിയാണ് കേട്ടോ. ഇനി 27 ചേരുംപടി ചേർക്കുക. കൊല്ലം പട്ടണം അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. കോട്ടയം പട്ടണം ഉമ്മിണിത്തമ്പി. ബാലരാമപുരം ടി രാമറാവു. ഡി വർക്കല പട്ടണം മാർസാപ്പിൻ ഈസോ. ഇതിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുക, എ ബി സെക്ഷനും വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അതായത് കൊല്ലം പട്ടണം കണ്ടുപിടിച്ചതെന്ന് പറയുന്ന മാർസാപ്പിൻ, നോക്കട്ടെ, ഓക്കെ, എ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എ 4 കൊല്ലം പട്ടണം എന്ന് പറയുന്നത് മാർസാപ്പിൻ ഈസോയാണ്. ബി 3 ടി രാമറാവു, കോട്ടയം പട്ടണം ടി രാമറാവു. സി ബാലരാമപുരം പട്ടണം എന്ന് പറയുന്നത് അയ്യപ്പൻ. സി 2 ഉമ്മിണിത്തമ്പിയാണ്. ഡി വർക്കല പട്ടണം എന്ന് പറയുന്നത് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ 0 ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല. ഇന്ത്യയിലെ രണ്ടാമത്തെ പോളിയോ വിമുക്ത ജില്ല. 3ാമത്തത് കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് നിലവിൽ വന്ന ജില്ല. 4ാമത്തത് കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് നിലവിൽ വന്ന ജില്ല. ഇതിൽ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിൽ ആൻസർ വരുന്നത് 1ഉം 3ഉം ആണ്. സി ആണ് ആൻസർ വരുന്നത് കേട്ടോ, 1ഉം 3ഉം. 21ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. 1. കേരളത്തിലെ പട്ടികവർഗ്ഗക്കാർ കുറവുള്ള ജില്ല. 2. രാജകേശവദാസന്റെ പട്ടണം എന്നറിയപ്പെടുന്ന ജില്ല. 3. കുടുംബശ്രീ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ഉദ്ഘാടനം ചെയ്ത ആദ്യ ജില്ല. ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? എല്ലാം ശരിയാണ് കേട്ടോ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചത് P.N. പണിക്കരാണ്. P.N. പണിക്കരുടെ സ്വദേശം കോട്ടയം ജില്ലയിലാണ്. P.N. പണിക്കരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത് ജൂൺ 19-നാണ്. ഇതിലേതാണ് ശരിയായ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പം തെറ്റായിട്ടുള്ളത് ഏതാണ്? ആൻസർ സി ആണ് കേട്ടോ. 2ാമത്തെ ക്വസ്റ്റ്യൻ ഇത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. P.N. പണിക്കരുടെ സ്വദേശം കോട്ടയം ജില്ല അല്ല കേട്ടോ, ബാക്കിയെല്ലാം ശരിയാണ്.
31ാമത്തെ ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം? എ വാഗമൺ, ബി കുമരകം, സി കുട്ടനാട്, ഡി അമ്പലപ്പുഴ. അറിയാവുന്നതാണ് അല്ലേ, വാഗമണ്ണാണ് ആൻസർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും മൂന്നാറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗണാണ്. മുതിരപ്പുഴയും നല്ലതണ്ണി, കുണ്ടള എന്നീ നദികളുടെ സംഗമസ്ഥാനമാണ് കേരളത്തിലെ കാശ്മീർ എന്ന് അറിയപ്പെടുന്നു. അപ്പം ഇതിലെ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എല്ലാം ശരിയാണ്, ഇവയെല്ലാം ശരിയാണ് കേട്ടോ. ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. കേരളത്തിലെ ആദ്യ കൃത്രിമ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. വെല്ലിംഗ്ടൺ ദ്വീപിൻ്റെ ശില്പിയാണ് റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടി കായലിന് ആഴം കൂട്ടാനായി എടുത്ത മണ്ണും ചെളിയും നിക്ഷേപിച്ച് നിർമ്മിച്ച ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. ഈ വെല്ലിംഗ്ടൺ ദ്വീപ് നമ്മൾ മങ്കിപ്പൻ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് റോബർട്ട് ബ്രിസ്റ്റോ ആണ് ദ്വീപ്. അപ്പോൾ രണ്ടാമത്തെ ആൻസർ ശരിയായിരിക്കും. ബാക്കി ഏതൊക്കെയാണ് നമുക്ക് ആൻസർ ശരിയായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞത് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകളാണ് കേട്ടോ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. വെല്ലിംഗ്ടൺ ദ്വീപിൻ്റെ ശില്പി എന്ന് പറയുന്ന റോബർട്ട് ബ്രിസ്റ്റോ ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് ശരിയാണ്, അതുകൊണ്ട് തെറ്റായ പ്രസ്താവനകളൊന്നും ഇല്ല. ആൻസർ അപ്പം ഡി ആണ് കേട്ടോ. 34, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാം. മലബാർ സിമൻറ്റ് കാഞ്ചിക്കോടാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം മെയിനോൻ പാറയാണ്. IIT പാലക്കാട് തിരുവിതാംകുന്നാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ എന്ന് പറയുന്നത് ഒലവക്കോടാണ്. ഇതിൽ താഴെ തന്നിരിക്കുന്നതിന് ശരിയായ ജോഡികൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 34ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 2ഉം 4ഉം എന്താണ് ശരിയായിട്ടുള്ള ജോഡിയാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം മെയിനോൻ പാറയിലും പാലക്കാട് റെയിൽവേ ഡിവിഷൻ എന്ന് പറയുന്നത് ഒലവക്കോടുമാണ് കേട്ടോ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല, രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല എന്ന് പറയുന്നത് ഏതാണ്? വയനാടാണ്. കോഴിക്കോടുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമാണ് കോഴിക്കോട്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണ്. യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്ന് വിശേഷിപ്പിച്ച നാടാണ്. കേരളത്തിൻ്റെ ശില്പം നഗരമാണ്. ഇതിലേതാണ്? കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് എന്തല്ല? കോഴിക്കോടല്ല കേട്ടോ. അപ്പോൾ ബി ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്നതിൽ വയനാട് ജില്ലയിൽ ഉൾപ്പെടാത്തത് ഏതല്ല? കുറുവാദ്വീപ്, പൈതൽമല, എടക്കൽ ഗുഹ, ചിങ്ങേരിമല, 5 കുരളിമല. വയനാട് ജില്ലയുമായി ബന്ധപ്പെടാത്തത് ബി ആണ് ആൻസർ. 2ഉം 5ഉം ആണ് എന്ന് പറയുന്നത് വയനാട് ജില്ലയുമായി ബന്ധപ്പെടാത്തത്. ഈ നദികളും അതിൻ്റെ നീളവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. 1 പെരിയാർ 244 കിലോമീറ്റർ ആണ്. 2 പമ്പ 169 കിലോമീറ്റർ ആണ്. 3 കല്ലട 128 കിലോമീറ്റർ ആണ്. 4 വളപട്ടണം 110 കിലോമീറ്റർ ആണ്. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ആൻസർ വരുന്നതെന്ന് പറയുന്നത് ബി ആണ്. 1ഉം 4ഉം ശരിയായിട്ടുള്ളതാണ്. പെരിയാർ 244 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ വളപട്ടണം 110 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി, മഞ്ചേശ്വരം നദി, അയിരൂർ പുഴ, ഡി ചന്ദ്രഗിരി പുഴ. ഏതാണ് ആൻസർ? മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടെത്തുക. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയാണ്. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം. പ്രാചീന കാലത്ത് ബാരീസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? എ ആൻസർ നെയ്യാറുണ്ട്, ബി പമ്പയുണ്ട്, സി മഞ്ചേശ്വരം ഉണ്ട്, ഡി പെരിയാറുണ്ട്. ഏതാണ് ആൻസർ? പമ്പയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ കളിമണ്ണ് പ്രധാനമായും കാണപ്പെടുന്നു. കരിമണ്ണിൻ്റെ മറ്റൊരു പേരാണ് റിഗർ. കരിമണ്ണാണ്. കരിമണ്ണിൻ്റെ pH മൂല്യം 7.0 മുതൽ 8.5 വരെയാണ്. ഇതിൽ നിന്നും തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന ഏതാണ്? 1 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് കരിമണ്ണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നതെന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന വടക്കുകിഴക്കൻ മൺസൂണിൻ്റെ ഫലമായാണ്. വടക്കുകിഴക്കൻ മൺസൂൺ ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നു. അറബിക്കടലിൽ ഉയർന്ന താപം മൂലം രൂപപ്പെടുന്ന ക്യുമുലോ നിംബസ് മേഘങ്ങൾ കേരളത്തിന് ക്രമരഹിതമായ മഴയ്ക്ക് കാരണമാകുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഇടുക്കിയാണ്. ശരിയായ പ്രസ്താവനയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ് കേട്ടോ. ശരിയായിട്ടുള്ള പ്രസ്താവന സി ആണ്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട് കായൽ, ബി ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട, അഷ്ടമുടി കായൽ, ഡി വെള്ളയാണി കായൽ. ഏതാണ് ആൻസർ? എ ആണ്, വേമ്പനാട്ട് കായലാണ്. അടുത്തത്, റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം, ചെന്തുരുണി, മുത്തങ്ങ, ആറളം. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? പറമ്പിക്കുളമാണ് കേട്ടോ. 46ാമത്തെ ക്വസ്റ്റ്യൻ. അപൂർവ ഇനം വിത്തുകളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ജൈവ കർഷകൻ? ചെറുവയൽ രാമൻ, ഹേടാടൻ ഗംഗാധരൻ, പുതിയ വയൽ കുഞ്ഞിക്കണ്ണൻ, പാലേരി കുഞ്ഞിരാമൻ. അപ്പം അപൂർവ ഇനം വിത്തുകളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എ ചെറുവയൽ രാമനാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം പാലക്കാടാണ്. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ലയാണ് തിരുവനന്തപുരം. ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്? 47 ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ വിലയിരുത്തുക. കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് തിരുവനന്തപുരം ഗുവാഹത്തി എക്സ്പ്രസ് ആണ്. കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ് ആണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 48 എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. 1ഉം 2ഉം തെറ്റാണ്. 2ഉം തെറ്റായിട്ടുള്ള ആൻസേഴ്സ് ആണ്. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് പെരിയാർ ലീസ് എഗ്രിമെന്റ്. മുല്ലപ്പെരിയാർ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും കർണാടകയും. ഇതിലേതാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക? അപ്പം 49ാമത്തെ ആൻസർ എന്ന് പറയുന്നത് 1ാമത്തെ ശരിയും 2ാമത്തത് തെറ്റുമാണ്. മുല്ലപ്പെരിയാർ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും തമിഴ്നാടുമാണ് അല്ലേ? ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ഉഷ്ണമേഖല ആർദ്ര നദ്യഹരിതവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പശ്ചിമഘട്ട മലനിരകളിൽ കാണപ്പെടുന്ന വനങ്ങൾ മഴക്കാടുകളാണ് ഈ വനങ്ങൾ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത്? ഇതിൻ്റെ ആൻസർ 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സോ അപ്പോൾ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട 50 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫസ്റ്റ് വീഡിയോസാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ ആ പോരായ്മകളെല്ലാം ഞാൻ മാറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.